ഡിസബിലിറ്റി എന്ന് പറയുന്നു, ഈ ഡ്വാർഫിസം ആണെങ്കിലും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പൊ ചില ആളുകൾ മേ ബി ഇത് ഇപ്പം വേറൊരാളെ ട്രീറ്റ് ചെയ്ത പോലെ തന്നെ എല്ലാവരും ഒരേപോലെ ആണെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാറില്ലേ? ചിലപ്പം ചേട്ടനുണ്ടാവുന്ന ബുദ്ധിമുട്ടായിരിക്കത്തില്ല കുഞ്ഞിക്ക് അല്ല, ഞങ്ങളുടെ ഈ ഹൈറ്റ് ലെങ്ത് ഉള്ളവരിൽ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഏട്ടനെ നോക്കിക്കഴിഞ്ഞാൽ ഏട്ടന്റെ ഫിംഗേഴ്സ് പോലെ അല്ല എന്റെ ഫിംഗേഴ്സ് ഇരിക്കുന്നത്. ഏട്ടന്റെ ഫിംഗേഴ്സ് നോർമൽ പേഴ്സന്റെ ഫിംഗേഴ്സാ. അതേപോലെ കൈക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈക്കും നല്ല വ്യത്യാസമുണ്ട്, കാലിന് വ്യത്യാസമുണ്ട്, അപ്പോൾ നടക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്, പിന്നെ ഹെഡിന് വ്യത്യാസമുണ്ട്. നോർമൽ പേഴ്സന്റെ ഹെഡൊക്കെയാണ് ഏട്ടനെ, പക്ഷെ എനിക്കെന്നുള്ളത് ഹെഡ് കുറച്ച് വലുതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചിലരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പേഴ്സന്റെ ബോഡി തന്നെയായിരിക്കും, ഹൈറ്റ് മാത്രമായിരിക്കും കുറവുണ്ടാവുക. കൈക്കോ കാലിനോ യാതൊരു ബുദ്ധിമുട്ടും ഹൈറ്റ് മാത്രം കുറവുണ്ടാവും. അങ്ങനെ ഒരുപാട് ഞങ്ങൾ തന്നെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുണ്ട്. അതെ. അപ്പൊ ഇതില് എന്താ പറയാ, ഈ ഡിഫറെന്റ് എന്താ പറയാ, ഓരോ രീതികൾക്ക് ഓരോ ഡിഫറെന്റ് നെയിംസും ഉണ്ടോ? ബോഡി ലാംഗ്വേജിന് വരുന്ന ഡിഫറൻസ്. ഇപ്പൊ സൂരജ് ഇല്ലേ, അങ്ങനെ മനസ്സിലാവും. സൂരജിന്റെ ബോഡി ഫിസിക്കൽ അപ്പിയറൻസ് അല്ല പക്രുച്ചേട്ടൻ്റെ. പക്രുച്ചേട്ടനും ഞാനും ഒക്കെ ഒരേ കാറ്റഗറി വരുന്നത്. ഞങ്ങൾ കുറച്ചുകൂടെ മസ്കുലർ ബോഡി. ഞങ്ങൾ ഡോർഫിസാണ്. മെഡിക്കലി അതാണ് കറക്റ്റ്. ഇപ്പം കുഞ്ഞ് ആണെങ്കിലും മസ്കുലർ ടൈപ്പാണ്, ഡോർഫിസാണ്. പക്ഷെ സൂരജ് എന്ന് പറയുന്ന ആള് പിന്നെ അതെ സൂരജ് സൂരജ് എന്ന് പറയുന്ന ആള് പിന്നെ ഇപ്പൊ അമൽ സിത്താരയില്ലേ, അമൽ ഒക്കെ എന്ന് പറയുന്നത് അവര് ലോക്കോമോട്ടർ ഡിസബിലിറ്റി വരും. അവര് ഡോർഫിസം അല്ല. അവര് അസ്ഥി സംബന്ധമായിട്ടുള്ള ഇതാണ്. എന്നാൽ ഡോർഫിസത്തിന്റെ പൊക്കക്കുറവിന്റെ ഇതിൽ വരുമെന്നേ ഉള്ളൂ. അവർക്ക് ഒരു കുട്ടിയുടെ കൂട്ടത്തെ ഒരു ബോഡി ആയിരിക്കും. അതായത് അവർക്ക് വളർച്ചക്കുറവുണ്ടെന്നേ ഉള്ളൂ. കൈകാലുകളൊക്കെ ഹൈറ്റിന് മാത്രമേ ഇഷ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈറ്റിനൊത്ത ശരീരത്തിന്റെ അതെ വലുപ്പം തന്നെ ആയിരിക്കും. മനസ്സിലായി. ഡോർഫിസം എന്ന് പറയുമ്പോഴത്തേക്ക് കൈക്കും കാലിനും വളവ് വരും. ഇപ്പൊ ഇതുണ്ടല്ലേ, എനിക്ക് കാലിന് രണ്ടിനും വളവാണ്. ഈ കൈക്ക് വളവുണ്ട്, ഈ കൈക്ക് വളവില്ല. മനസ്സിലായി. ആ വളവിൽ തന്നെ വ്യത്യാസമുണ്ട്. ഏട്ടന്റെ കൈയുടെ വളവല്ല എന്റെ കൈയുടെ വളവെന്ന് പറയുന്നത്. ഏട്ടന്റെ കൈയുടെ ഇവിടെ വന്നിട്ട് നോക്കി നോർമൽ പേഴ്സന്റെ ഫിംഗേഴ്സ് ഒക്കെയാണ്. എന്റേത് വന്നിട്ട് കണ്ടോ ഇവിടെ വന്നിട്ട് ചിലർക്കെന്ന് പറഞ്ഞാല് പിന്നെ ഈ ബോൺ സ്ട്രെങ്ത് ചിലർക്ക് കൂടാ, ചിലർക്ക് കുറയാം. കാരണം നമുക്ക് കാണുമ്പോൾ നോർമൽ ആണെന്ന് തോന്നും, പക്ഷെ ചിലർക്ക് അത് സ്ത്രീകൾക്കും ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് കുറവാ, ബോൺ സ്ട്രെങ്ത് കുറവാണ്.